ഇവിടെ റോഡ് ഇവിടുത്തെ പാലം ഇടിഞ്ഞു പോയതുകൊണ്ട് നമുക്ക് താഴോടെ പോകേണ്ടി വരും. താഴോടെ എന്ന് പറഞ്ഞാൽ ഇത് ആ നദിക്കൂടെയാണ് നമ്മൾ പോകേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇവിടെ ഈ റോഡാണ് നേരെയാണ്, പക്ഷേ ഇവിടുത്തെ റോഡ് പോയത് കൊണ്ട് അത് പണി നടക്കുന്നുണ്ട്. പക്ഷേ എത്ര പെട്ടെന്ന് നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ ഇപ്പോൾ ഈ വഴിക്കാണ്, താഴോട്ട് കൂടെയുള്ള വഴിയാണ്. വളരെ ടാറിങ് ഇല്ലാത്ത റോഡും ആയതുകൊണ്ട് വണ്ടി വളരെ കുടുക്കവും പതുക്കെ പോകേണ്ടി വരുന്നു. നമ്മുടെ മുമ്പിൽ ട്രക്കുകളുണ്ട്, അതുപോലെ തന്നെ രണ്ട് വശത്ത് വനങ്ങളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ കണ്ണാടിക്കോട് നോക്കിയാലും പുറകിൽ നിന്ന് വരുന്ന നമ്മുടെ വാഹനങ്ങളെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചില ഗ്രാമങ്ങളുണ്ട്, അത് നല്ല മനോഹരം. ചെറിയ വീടുകളാണ്, വലിയ വീടുകളല്ല. ചിലത് മരം കൊണ്ടുണ്ടാക്കിയതുണ്ട്, ചിലത് ഷീറ്റിട്ടുണ്ടാക്കിയത്. നേപ്പാൾ അധികം ആദ്യ സമയങ്ങളൊക്കെ മരത്തിന്റെ വീടുകളായിരുന്നു. ഇപ്പൊ അത് മാറി ടെറസൊക്കെ ആയി. ഇതാണ് ഇവിടെ ഗ്രാമം, ഒന്നിച്ചു കിടക്കുകയാണ്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഈ സ്ഥലം കാണാനായിട്ട് വളരെ ഭംഗി. ഇതാണ് ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളെ നല്ല അവരൊന്നിച്ചു കിടക്കുന്നത്. ഇതിനകത്ത് തന്നെ ഭക്ഷണം ഹോട്ടലൊക്കെ ചെയ്ത് ഏകദേശം നല്ല ഇവിടെ ഒരു കൂട്ടായ്മയുണ്ട്. ഇതിനകത്തൊരു ആരാധന നടക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ ഇവിടെ ഒരു പാസ്റ്റർ ഇവിടെ ഒരു കൂട്ടായ്മ നടത്തുന്നുണ്ട്. ഈ പാലാണ് ഇത്. ഈ പാലം പണിതുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പണി തീർന്ന നമുക്ക് ഇതിലുള്ള യാത്ര. ഇപ്പോൾ നമുക്ക് കയറിപ്പോകേണ്ടത് നദിക്കൂടെയാണ് കയറിപ്പോകുന്നത്. പക്ഷെ നമ്മൾ നദിക്കൂടെ കയറാതെ, ഈ വണ്ടിയൊക്കെ നദിക്കൂടെ പോകുന്നത്, പക്ഷെ നമ്മൾ നദിക്കൂടെ പോകാതെ വൺ വേ ഇതിപ്പോ നദിക്കൂടെയാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്. ഇത് നദിയാണ്. വെള്ളപ്പൊക്കത്തിന് ഇവിടെ മഴക്കാലത്ത് നിറച്ച വെള്ളമായിരിക്കും ഇതിനകത്ത്, ഒരു രക്ഷയില്ല. ഇത് ആ പാലം കണ്ടു, അതിലേ പോവാം. പക്ഷേ വണ്ടി വന്നുകൊണ്ടിരുന്നുകൊണ്ട് ഞങ്ങൾ താഴോട്ട്, ഇതാണ് നദിയാണ്, ഇത് മൊത്തം നദിയാണ് കേട്ടോ. നദിക്കൂടെ ഇപ്പോൾ വണ്ടി ഇറങ്ങി പോകുന്നു. നദിക്കൂടെ ഇതാണ് നദിക്കൂടെ. അങ്ങനെ ഞങ്ങൾ കയറി ഇങ്ങനെ മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. പതുക്കെ വണ്ടി വിടാൻ പറ്റും.